I now invite Sri K. Muralidharan, Minister Designate, to take the oath of office and oath of secrecy. കെ മുരളീധരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ തെരഞ്ഞെടുപ്പുകളിൽ പോരാടി വിജയിച്ചിട്ടുള്ള അതേസമയം പരാജയവും നേടിയിട്ടുള്ള കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുമ്പോഴും തുടർച്ചയായ തോൽവികൾ അത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മണ്ണിലാണ്, അതായത് വെല്ലുവിളികൾ നേരിടുന്ന മണ്ഡലങ്ങളിലാണ് തന്നെ പരീക്ഷിക്കുന്നത് എന്ന് മുരളീധരന്റെ തന്നെ വിമർശനമുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് തിരിച്ചുപിടിച്ച കെ മുരളീധരൻ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of the State of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favor, affection or ill will. I, K. Muralidharan, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister for the State of Kerala, except as may be required for the due discharge of my duties as such Minister. യെസ്, ഇതുവരെയുള്ള അംഗങ്ങളെല്ലാം മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. കെ മുരളീധരൻ ഇംഗ്ലീഷിൽ ആണ് സത്യവാചകം ചൊല്ലിയത്. ഇതാ കെ മുരളീധരൻ മുതിർന്ന നേതാവ് ഒരിക്കൽ കൂടി മന്ത്രിസഭയുടെ ഭാഗമാകുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കെ മുരളീധരന്. അത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കെ മുരളീധരൻ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു എന്നതാണ്. ആന്റണി മന്ത്രിസഭയുടെ ഭാഗമായിട്ടായിരുന്നു മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു നേതാവും അപൂർവമാണ്, മറ്റാരും അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. മന്ത്രിയായതിനു ശേഷം തെരഞ്ഞെടുപ്പിന് നേരിട്ട് പരാജയപ്പെട്ടു എന്നതുകൂടിയാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയ ഇന്നലകളിലൂടെയാണ് കെ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് ഉയർന്നു വന്നത്. പിന്നീട് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് വെല്ലുവിളി നേരിട്ട മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരുന്നു. നേമത്തടക്കം സ്ഥാനാർത്ഥിയായി മത്സരിച്ച സാഹചര്യം, തൃശ്ശൂരിൽ മത്സരിച്ച സാഹചര്യം, വട്ടിയൂർക്കാവ് എന്ന മണ്ഡലം നേരത്തെ തന്നെ മുരളീധരനെ പിന്തുണച്ചിട്ടുള്ള മണ്ഡലം. ആ മണ്ഡലത്തിലേക്ക് തിരികെ എത്തി മത്സരിക്കുമ്പോൾ ഇത്തവണ താൻ വിജയിക്കുമെന്ന് മുരളീധരൻ ആവർത്തിച്ചു വ്യക്തമാക്കിയിരുന്നു. മുരളീധരൻ ഇതാ ആരോഗ്യവകുപ്പ് ആണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒപ്പം ദേവസ്വവും ഒരു പക്ഷേ മുരളീധരന് തന്നെയായിരിക്കാം ഈ VD സതീശൻ മന്ത്രിസഭയിൽ ഇടം നൽകുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.